നല്ലൊരു ഡോൾബി അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ 2.25 മണിക്കൂർ ഒരു ബോറടി ഇല്ലാണ്ട് കാണാൻ പറ്റുന്ന ഒരു മികച്ച ഗംഭീര സിനിമയാണ് ചാവ. വിക്കി കൗശാൽ, അക്ഷയ് ഖന്ന എന്നിവരുടെ പെർഫോമൻസ് കൊണ്ടും റഹ്മാന്റെ മ്യൂസിക് കൊണ്ടും ഒരു ഹൈ എക്സ്പീരിയൻസ് ആണ് എന്നിലെ പ്രേക്ഷകന് സിനിമ തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. സാധാരണ ഇമാതിരി ക്യാരക്ടർ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ രശ്മിക്ക് അങ്ങോട്ട് വെറുപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇതിനകത്ത് പടത്തിൽ രശ്മി നല്ല രീതിക്ക് ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അവരെ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. ഛത്രപതി സാമ്പജി ആയിട്ടാണ് വിക്കി കൗശാൽ ഈ സിനിമയിൽ വരുന്നത്. പുള്ളിയുടെ കോസ്റ്റ്യൂം ഒക്കെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ഈ പടത്തിൽ വലിയൊരു ഒരു പാർട്ട് വെച്ചിട്ടുണ്ട്. വിക്കി കൗശാലിന്റെ ആയിക്കോട്ടെ, രശ്മിയുടെ ആയിക്കോട്ടെ, ബാക്കിയുള്ള കിങ്സിന്റെ അവരുടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും, ഔറംഗസീബ് എല്ലാവരുടെ കോസ്റ്റ്യൂമും ഭയങ്കര രസമായിരുന്നു. വെച്ചാൽ ഈ നമ്മുടെ വിക്കി കൗശൽ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പക്ക ഒരു നമ്മൾ റിയലി ഒരു കിങ്ങിനെ കാണുന്ന പോലെ നമുക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് പേഴ്സണലി. ഇപ്പൊ കോസ്റ്റ്യൂം ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഡയറക്ടർ ഒരു സിനിമാറ്റോഗ്രാഫർ ആണെന്ന് എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാ ക്വാളിറ്റിയും പടത്തിലുണ്ട്. പടം എടുത്തു വച്ചേക്കുന്നത് അമ്മാതിരി സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലി പടം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൽ വാറൊക്കെ നൈസ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1 vs 500 ഒരു വാറൊക്കെ ഉണ്ട്. അതൊക്കെ പൊളി, ഒരു രക്ഷയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയലി ഞാനിങ്ങനെ ഹോളിവുഡിലൊക്കെ ഇങ്ങനെ സാധനമൊക്കെ മറ്റേ ഗെയിം ഓഫ് ത്രോൺസിലെ വാറിലൊക്കെ അങ്ങനെ സാധനം കണ്ടുള്ളൂ. പിന്നെ അക്ഷയ് ഖന്നയുടെ പെർഫോമൻസ്, അക്ഷയ് ഖന്ന എന്ത് രസമായിട്ടെന്ന് പറയാം, എന്ത് പൊട്ടൻഷ്യലാണ് പുള്ളി ആ മേക്കപ്പ് ഒക്കെ ഇട്ട് പുള്ളിയുടെ ആ ഒരു പുള്ളിയുടെ സ്വാഗ് ഒരു രക്ഷയില്ല. പുള്ളിക്ക് ഒരു നൈസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട് റഹ്മാൻ. നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഹിസ്റ്ററി സിനിമസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ്. മസ്റ്റ് വാച്ച് പടമാണ് ചാവ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക. കണ്ടിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. താങ്ക് യു.